ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് വൺ പീസ് സീസൺ 1 6, 7 എന്നീ എപ്പിസോഡുകളാണ്. ഇതിനു മുൻപുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്യുക. എന്നാൽ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആനിമോ എക്സ്പോഷർ. വൺ പീസിന്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ബഗ്ഗി വന്നിട്ട് നാമിയോട് പറയും ലൂഫിയെ കൊല്ലാൻ. പക്ഷെ നാമിക്ക് അതിനുള്ള മനസ്സ് വരില്ല. അപ്പോ അത് കാണുന്ന ബഗ്ഗി പൈററ്റിലെ മറ്റൊരു പൈററ്റ് വന്നിട്ട് അവളുടെ കയ്യിൽ നിന്നും തീപ്പെട്ടി വാങ്ങി ആ പീരങ്കി പൊട്ടിക്കാൻ നോക്കും. പക്ഷെ നാമി അവനെ അടിച്ച് നിലത്തിടാണ്. അത് കാണുന്ന ബഗ്ഗിയാണെങ്കിൽ നാമിയെ കൊല്ലാൻ അവന്റെ ആൾക്കാരെ അയക്കുന്നു. പക്ഷേ അതേ സമയത്താണ് അവിടേക്ക് സോറോ കയറി വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് സോറോയും ബഗ്ഗിയും വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അതിനൊടുവിൽ കുറെ തന്ത്രങ്ങൾ പയറ്റി അവസാനം ലൂഫിക്ക് നേരെ വെച്ച ആ പീരങ്കി ബഗ്ഗിക്ക് നേരെ തിരിച്ച് അത് പൊട്ടിക്കുകയാണ്. അതിനുശേഷം സോറോ അവന്റെ വയറിൽ പറ്റിയ ആഴത്തിലുള്ള ആ മുറിവ് കൂടി കണക്കാക്കാതെ ലൂഫി ഇട്ട് വെച്ചിരിക്കുന്ന ആ കൂടടക്കം എടുത്ത് പൊന്തിക്കുകയാണ്. അത് കാണുന്ന നാമി ആരാണിവൻ എന്ന് ചോദിക്കുന്നുണ്ട്. നാമിയെ കാണുന്ന സോറോയാണെങ്കിൽ ആരാണ് ഇവളെന്നും ചോദിക്കുന്നു. അതിന് സോറോയോട് ലൂഫി പറയാണ്, ഇവളാണോ? ഇവൾ നമ്മുടെ ക്രൂവിലെ പുതിയ മെമ്പറാണ്. ഇവൾ നല്ലതുപോലെ നാവിഗേഷൻ ചെയ്യും. അപ്പൊ നാമി സോറോയുടെ ആഴത്തിലുള്ള ആ മുറിവ് കണ്ടിട്ട് അത്ഭുതപ്പെടും. പിന്നീട് കാണിക്കുന്നത് ബഗ്ഗിയാണ്. ബഗ്ഗി ഇതുവരെ മരിച്ചിട്ടില്ല. ബഗ്ഗി ഒരു സിംഹത്തിന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാളോട് പറയാണ്, റോറോനോവ സോറോയെ നീ എനിക്ക് വേണ്ടി കൊല്ലണം. അതനുസരിച്ച് അയാളും സോറോയെ കൊല്ലാൻ വേണ്ടി പോവാണ്. പിന്നീട് കാണിക്കുന്നത് സോറോ വളരെ കഷ്ടപ്പെട്ട് ലൂഫിയുള്ള കൂട് വലിച്ചു ആ നഗരത്തിന്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഇനി ഒരു അടി പോലും നടക്കാൻ കഴിയാത്ത സോറോ അവിടെ തന്നെ കമന്നടിച്ചു വീഴാണ്. അപ്പൊ അവരുടെ മുന്നിലായിട്ട് ഒരു പട്ടിക്കുട്ടി വന്ന് നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ ഇതേതേ പട്ടിക്കുട്ടി എന്നാലോചിച്ച് അതിനെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ലൂഫി അവന്റെ കൂട് കറക്കി ആ പട്ടിയുടെ അടുത്ത് പോയിട്ട് കുറെ കോക്കറി കാണിക്കുകയാണ്. ദേഷ്യം വന്ന ആ പട്ടിയാണെങ്കിലോ ലൂഫിയുടെ മുഖത്തിന് തന്നെ ഒരൊറ്റ കടിച്ച് ഊപ്പാടിളക്കി. അങ്ങനെ ലൂഫിയും സോറോയും ഇപ്പൊ വളരെയധികം ക്ഷീണത്തോടെ അവിടെ കിടക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഇപ്പൊ നാമി വരുന്നുണ്ട്. നാമി ലൂഫിയോട് പറയാണ്, ഞാൻ ഒരു വട്ടം ഓൾറെഡി നിന്നെ രക്ഷിച്ചു, ഇനി ഒരു തവണ കൂടി ഞാൻ നിന്നെ രക്ഷിക്കുകയാണെന്ന് പറഞ്ഞ് ആ കൂടിന്റെ ചാവി ലൂഫിക്ക് കൊടുക്കും. പക്ഷെ ആ കുരുത്തം കെട്ട പട്ടിയാണെങ്കിൽ നാമി നിലത്തേക്ക് ഇട്ടുകൊടുത്ത ആ ചാവി തിന്നെയാണ്. അത് കണ്ട് എല്ലാവരും അന്തം വിട്ടു പോവാണ്. ദേഷ്യം പിടിക്കുന്ന ലൂഫി, എടാ വൃത്തികെട്ട നായെ, തുപ്പ് 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 എന്ന് പറഞ്ഞ് ആ പട്ടിയായിട്ട് കുലുക്കും. എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പൊ അവിടേക്ക് ഒരാൾ വരികയാണ്. അയാളാണ് ആ നാടിന്റെ മേയർ. അയാൾ ലൂഫിയോട് പറയും, നിങ്ങൾ എന്താണ് ഈ പട്ടിയെ ചെയ്യുന്നത്? മര്യാദയ്ക്ക് ആ പട്ടിയെ വിടെന്ന് പറയുമ്പോ അയാൾ സോറോയുടെ വയറിന് പറ്റിയ ആ പരിക്ക് കാണും. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് സോറോയെ കൊണ്ടുപോകും. അങ്ങനെ പുറത്തേക്ക് വരുന്ന ആ മേയറോട് സോറോക്ക് എങ്ങനെയുണ്ടെന്ന് ലൂഫി ചോദിക്കുമ്പോ ആ മേയർ പറയാണ്, ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ മരുന്ന് വെച്ച് കെട്ടി ഇപ്പൊ അവൻ നല്ല രീതിക്ക് ഉറങ്ങാണ്. എന്നിട്ട് ലൂഫി ചോദിക്കുകയാണ്, ഈ പട്ടി എന്തിനാ ഇവിടെ തന്നെ നിൽക്കുന്നത്? അപ്പോ ആ മേയർ പറയാണ്, ഈ പട്ടി ഈ കാണുന്ന പെറ്റ് ഷോപ്പ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പെറ്റ് ഷോപ്പിന്റെ ഓണർ എന്റെ ഫ്രണ്ടാണ്, അവൻ മരിച്ചു പോയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ പട്ടി ഈ പെറ്റ് ഷോപ്പ് സംരക്ഷിക്കുന്നത് നിർത്തിയിട്ടില്ല. അതുപോലെ ഇതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാനും ഇവിടെ താമസിക്കുന്നു. ഈ കാര്യങ്ങളൊന്നും ഈ പട്ടിക്ക് അറിയില്ല. എന്തെങ്കിലും ഒരു ദിവസം ഈ പട്ടിയുടെ ഓണർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇത് ഇപ്പോഴും ജീവിക്കുന്നത്. നല്ല ബുദ്ധിയുള്ള പട്ടിയാണ്. അതിന്റെ മാസ്റ്റർ മരിച്ച കാര്യമെല്ലാം അതിനറിയാം. എങ്കിലും അതിന്റെ ജോലി അത് ഇപ്പോഴും തുടരുകയാണ്. അപ്പൊ നാമി ചോദിക്കുകയാണ്, എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? അതിന് തിരിച്ച് ആ മേയർ പറയാണ്, ഇത് നല്ല സ്നേഹമുള്ള പട്ടിക്കുട്ടിയാണ്. ഇതിന്റെ ഓണറായ എന്റെ ഫ്രണ്ടിനെ ഇതിന് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പട്ടി ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. ഈ പട്ടിയുടെ കഥയെല്ലാം കേട്ടിട്ട് ലൂഫി നാമിയും ഇപ്പോൾ വളരെയധികം സങ്കടപ്പെടുകയാണ്. ഇതേ സമയത്താണ് അവിടേക്ക് ഭൂമി കുലുങ്ങി ഒരാൾ വരുന്നത്. അപ്പൊ മേയർ പറയാണ്, ഇവിടെ നിന്ന് ഓടിക്കോ. അതാ ബീസ്റ്റ് അമർ മോജിയാണ്. ഇതേ സമയത്ത് ലൂഫി ആ പട്ടിയോട് ആ കീ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നാണ് ആ മോജി അവന്റെ പുറകിലായിട്ട് വന്ന് നിൽക്കുന്നത്. അവനെ കണ്ട ലൂഫി അവനെ കളിയാക്കുകയാണ്. അത് കേട്ട് ആ മോജിക്ക് ഇപ്പൊ ദേഷ്യം വരും. അങ്ങനെ ആ സിംഹത്തിന്റെ പുറത്തു നിന്ന് അവൻ താഴോട്ട് ഇറങ്ങിയിട്ട് ലൂഫിയുടെ അടുത്തേക്ക് നടന്നു വരും. പക്ഷെ അവനെ കണ്ടിട്ട് കടിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന ആ പട്ടി അവൻ കൈ അടുത്തേക്ക് കൊണ്ടുവന്നതും അവന്റെ കൈയിനിട്ട് ഒരൊറ്റ കടി. ഇതേ സമയത്ത് തന്നെ ആ സിംഹം ലൂഫിയുള്ള കൂട് അടിച്ചു തകർക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ലൂഫി സന്തോഷിക്കും. പക്ഷേ ആ സിംഹം ലൂഫിയെ അടിച്ചു തെറിപ്പിക്കും ദൂരത്തേക്ക്. ഇവിടെ ഇത്രയും സംഭവം നടന്നിട്ടും ആ പട്ടിക്കുട്ടി ആ കടയുടെ മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ആ മോജിക്കിപ്പോ ആ പട്ടി ആ പെറ്റ് ഷോപ്പ് സംരക്ഷിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാവും. അത് കണ്ടിട്ട് കരുതി കൂട്ടി അവന്റെ ആ സിംഹത്തെയും കൂട്ടി ആ കട നശിപ്പിക്കാനായിട്ട് പോവാണ്. പക്ഷേ ആ സിംഹം അടുത്തേക്ക് വരുന്നതും ആ പട്ടി കുരയ്ക്കും. പിന്നീട് കാണിക്കുന്നത് ലൂഫിയെയാണ്. അത്രയും ദൂരത്ത് നിന്ന് വീടും പൊളിച്ച് നിലത്തേക്ക് വീഴുന്ന ലൂഫി പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഇവിടെ എന്താ സംഭവിച്ചെന്നും കൂടി അറിയാതെ നോക്കി നിൽക്കുകയാണ്. അത് കാണുന്ന ആ മേയറും നാമിയും അത്ഭുതപ്പെടുന്നു. മേയർ അവനോട് ചോദിക്കും, എത്രയും ദൂരത്തുനിന്ന് വീണിട്ട് നീ എന്താ ചാവാതെ? അതേ ചോദ്യം തന്നെയാണ് നാമിക്കുള്ളത്. നീ എന്തിനാണ് ഇപ്പോ ഈ നഗരത്തിലേക്ക് വന്നതെന്ന് ആ മേയർ ചോദിക്കുകയാണ്. ഞാനൊരു നല്ല നാവിഗേറ്ററെ കണ്ടുപിടിക്കാൻ വേണ്ടിയും
പിന്നെ ഗ്രാൻഡ് ലൈനിലേക്ക് പോകാനുള്ള ആ മാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പിന്നീട് കാണിക്കുന്നത് ആ സിംഹം ആ നായക്കുട്ടിയെ അടിച്ചു തെറിപ്പിക്കുന്നതാണ്. അപ്പൊ ആ നായക്കുട്ടി അതിന്റെ പാസ്റ്റ് ആലോചിക്കുകയാണ്. ആ പെറ്റ് ഷോപ്പിന്റെ ഓണറുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ. ആ പെറ്റ് ഷോപ്പിന്റെ ഓണർ ആണെങ്കിൽ ആ നായക്കുട്ടിയെ വളരെ സ്നേഹിച്ചും ലാളിച്ചും സന്തോഷത്തോടെയാണ് അവർ ജീവിച്ചത്. അതെല്ലാം ഓർത്ത് സങ്കടം വരുന്ന ആ നായക്കുട്ടി ആ സിംഹത്തിന്റെ കാലിലിട്ട് തന്നെ കടിക്കുകയാണ്. അങ്ങനെ വേദന എടുക്കുന്ന ആ സിംഹം ആ നായക്കുട്ടിയെ ദൂരത്തേക്ക് അടിച്ചു തെറിപ്പിക്കുന്നു. ശേഷം ആ മോജി ആ നായക്കുട്ടിയുടെ കട തന്നെ കത്തിക്കുകയാണ്. ആ നായക്കുട്ടി ഇപ്പോ ആ കട കത്തുന്നത് നോക്കി നിൽക്കുകയാണ്. ആ പട്ടി അത് നോക്കി പിന്നെയും കുരയ്ക്കുകയാണ്. ഇതേ സമയത്താണ് അവിടേക്ക് ലൂഫി കടന്നു വരുന്നത്. ആ പട്ടി അതിന്റെ കട കത്തുന്നത് നോക്കി കുരയ്ക്കുന്നത് ലൂഫി ഇപ്പൊ വളരെ സങ്കടത്തിൽ നോക്കി നിൽക്കും. ഇതേ സമയത്താണ് ലൂഫിയുടെ അടുത്തേക്ക് ആ മോജി വരുന്നത്. മോജി അവനെ കാണുമ്പോൾ ഷോക്കാവും. കാരണം അത്രയും നല്ലൊരു അടിയാണ് അവനിട്ട് അടിച്ചത്. മോജി അവനോട് ചോദിക്കുകയാണ്, ഇത്രയും അടി കിട്ടിയിട്ടും നീ ചത്തിട്ടില്ലേ? എന്നിട്ട് അവന്റെ സിംഹത്തിനോട് ആ ലൂഫിയെ അടിക്കാൻ പറയും. അതിന് ലൂഫി പറയാണ് അവനോട്, ഈ ഒരു ചെറിയ സിംഹത്തെ കൊണ്ടൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, ഗം ഗം ഹാമർ എന്ന് പറഞ്ഞ് അവൻ രണ്ട് കൈയും ട്വിസ്റ്റ് ചെയ്ത് ആ സിംഹത്തിന്റെ മുഖത്തേക്ക് പിടിച്ച് തറയിലേക്ക് ഒരൊറ്റ അടി. അത് കാണുന്ന മോജി റിക്കി എന്ന് അവന്റെ ആ പെറ്റിനെ, അതായത് ആ സിംഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് മോജി ലൂഫിയോട് ചോദിക്കുകയാണ്, നീ എന്തൊരു മനുഷ്യനടാ, നീ എന്താ ഇപ്പൊ ചെയ്തേ? അതിന് ലൂഫി തിരിച്ചു പറയാണ്, ഞാൻ ഗം ഗം ഡബിൾ ഫ്രൂട്ട് തിന്നു. എന്ത്? നീ ഗം ഗം ഡബിൾ ഫ്രൂട്ട് തിന്നോ? അപ്പൊ നിനക്ക് പൈററ്റ് ബഗ്ഗിയെ പോലെ തന്നെ പവേഴ്സ് ഉണ്ടോ? പ്ലീസ് എന്നോട് ക്ഷമിക്ക്, എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അയാൾ ബാക്കിലേക്ക് പേടിച്ച് മാറിപ്പോവും. അപ്പൊ ലൂഫി അയാളോട് പറയാണ്, നീ എന്നോട് മാപ്പ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നീ എന്നോട് മാപ്പ് ചോദിച്ചു എന്ന് കരുതിയിട്ട് ആ പട്ടിക്ക് അതിന്റെ കട തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കഴുത്തടിച്ച് പൊട്ടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അവന്റെ കഴുത്തിന് പിടിച്ച് മുഖത്തിന് ഒരൊറ്റ അടി. നിലത്തേക്ക് വീഴുന്ന അയാള് കഥം. ഇപ്പോ ആ പട്ടിക്കുട്ടിയെ കാണുന്ന നാമി, പൈററ്റ്സ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, എല്ലാവരുടെയും കഷ്ടത്തിന് കാരണം പൈററ്റ്സ് ആണ്, അതുകൊണ്ട് നീ എന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ അടിക്കാനായിട്ട് ചെല്ലും. പക്ഷെ മേഹർ അവളെ തടഞ്ഞു നോക്കിയാണ്. അതൊന്നും കാര്യമാക്കാതെ ലൂഫി ആ പട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫുഡിന്റെ പാക്കറ്റ് ആ പട്ടിക്ക് കൊടുക്കും. എന്നിട്ട് ലൂഫി ആ പട്ടിയോട് പറയും, ബാക്കി ഉണ്ടായിരുന്ന ഫുഡൊക്കെ ആ വൃത്തികെട്ട സിംഹം തിന്നു, ബാക്കി ഉണ്ടായിരുന്നത് ഇത് മാത്രമേ ഉള്ളൂ, ഇത് നീ തിന്നോ. ഇത് നാമി കാണുമ്പോ അവൾക്ക് ലൂഫിയെ അടിക്കാൻ ചെന്നതിൽ കുറ്റബോധം തോന്നും. അവൻ ആ പട്ടിക്കുട്ടിക്ക് വേണ്ടി ആ സിംഹത്തെ അടിച്ചോ, എന്നിട്ട് ആ ഫുഡ് ആ പട്ടിക്കുട്ടിക്ക് വേണ്ടി കൊടുത്തു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പൈററ്റ് ഇവനാണ്, ഇവൻ വളരെ സ്നേഹമുള്ള ഒരു പൈററ്റാണ് എന്ന് ലൂഫിയെ നോക്കി നാമി ദൂരത്ത് നിന്ന് ഇങ്ങനെ ചിന്തിക്കും. അതിനുശേഷം ആ പട്ടിക്കുട്ടി അതിന് കിട്ടിയ ഫുഡ് എടുത്ത് ദൂരത്തേക്ക് നടന്നു പോകുമ്പോൾ അവസാനമായിട്ട് ലൂഫിയെ നോക്കി അതൊന്ന് കുരയ്ക്കും. അത് കാണുന്ന ലൂഫിക്കും ചുറ്റുമുണ്ടായിരുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷമാവാണ്. പിന്നീട് കാണിക്കുന്നത് ബഗ്ഗിയെയാണ്. മോജി അവന്റെ അടുത്ത് വന്നിട്ട് പറയും, ബോസ് എന്നെ ആ പയ്യൻ തല്ലി. എന്ത്? സോറോയുടെ മുന്നിൽ നിന്ന് തോറ്റുപോയെന്നോ? അതിന്റെ ബോസ് സോറോയല്ല എന്നെ തല്ലിയത്, ആ സ്ട്രോ ഹാറ്റ് വെച്ച ആ പയ്യനാണ്. എന്ത്? ആ ചെറിയ പയ്യനാണോ നിന്നെ തല്ലിയത് എന്ന് ബഗ്ഗി തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ അപ്പോഴേക്കും ബോധം കെട്ട് നിലത്തേക്ക് വീഴാണ്. അത് കണ്ട് ദേഷ്യം പിടിക്കുന്ന ബഗ്ഗി, എന്റെ എല്ലാ സ്പെഷ്യൽ ബഗ്ഗി ബോൾസും തയ്യാറാക്കിക്കോ, ഞാൻ ഈ നാടിനെ മൊത്തം നശിപ്പിക്കാൻ പോവാണ്. പിന്നീട് കാണിക്കുന്നത് നാമിയാണ്. നാമി ലൂഫിയോട് സോറി ചോദിക്കുകയാണ്. അപ്പൊ ലൂഫി പറയും, ഹേയ് സോറി ഒന്നും വേണ്ട. ഇതേ സമയത്താണ് മേയർ വളരെയധികം ദേഷ്യത്തോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ഈ സ്ഥലത്ത് ആദ്യം ഒന്നുമില്ലായിരുന്നു, പിന്നെ ഞാനും എന്റെ ആൾക്കാരും കൂടി ചേർന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇത് വലിയൊരു നാടാക്കി മാറ്റി. എന്റെ ഈ ടൗണിനെ ഒരിക്കലും നശിപ്പിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. അപ്പോഴേക്കും ബഗ്ഗി അവന്റെ സ്പെഷ്യൽ ബോൾ ആയിട്ടുള്ള ആ ബഗ്ഗി ബോൾ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. ആ നാട് മൊത്തം ഇപ്പൊ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കുമ്പോ ബഗ്ഗിയുടെ ആ സ്പെഷ്യൽ ബോൾ വന്ന് വീഴുന്നത് സോറോ ഉറങ്ങിക്കൊണ്ടിരുന്ന ആ വീടിന്റെ മുകളിലേക്കാണ്. പക്ഷെ സോറോ ആരാ മോൻ, അവൻ ജീവനോടെ തന്നെ ഇരിക്കുകയാണ്. അത് കണ്ടിട്ട് ലൂഫിക്കും ഒരുപാട് സന്തോഷമാവും. ഇപ്പൊ ആ മേയർ പറയാണ്, ഇതിലും കൂടുതൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞാൻ ഈ നഗരത്തിന്റെ മേയറാണ്. എടാ ബഗ്ഗി, ഞാൻ നിന്നെ കൊല്ലാൻ വരടാ എന്ന് പറഞ്ഞ് അയാള് ആ ബഗ്ഗിയെ കൊല്ലാൻ വേണ്ടി ദൂരത്തേക്ക് ഓടിപ്പോവും. അപ്പൊ സോറോ ലൂഫിയോട് പറയാണ്, എന്നാ വാ നമുക്കും പോയിട്ട് ഒരു കൈ നോക്കിക്കളയാം. അപ്പോ ലൂഫി നാമിയോട്, ഹേ നാമി, നീയും ഞങ്ങളുടെ ക്രൂവിലേക്ക് ചേര്. ഇല്ല, എനിക്ക് പൈററ്റ്സിനെ തീരെ ഇഷ്ടമല്ല, പക്ഷെ നമ്മുടെ എല്ലാം ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ നിന്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് നാമി അവന് കൈ കൊടുക്കുകയാണ്. പിന്നെ ഇപ്പൊ ബഗ്ഗിയെ കാണിക്കുമ്പോൾ അവന്റെ രണ്ടാമത്തെ ഷോട്ടിന് വേണ്ടി അവൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ആ മേയർ വന്നിട്ട്, ഡാ വൃത്തികെട്ട ബഗ്ഗി, ഞാൻ ഈ നാടിന്റെ മേയറാടാ, എന്റെ നാട് നശിപ്പിക്കരുത്. അപ്പൊ ദേഷ്യം വരുന്ന ബഗ്ഗിയാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അവന്റെ കൈ കൊണ്ട് ആ മേയറെ മുകളിലേക്ക് ഉയർത്തുകയാണ്. എന്നിട്ട് അവൻ മേയറോട് പറയാണ്, ഈ നഗരത്തിൽ ഒരുപാട് സ്വർണവും നിധിയും ഒക്കെ ഉണ്ട്, അതിന്റെ കൂടെ നിന്നെയും വെച്ച് ഞങ്ങൾ കൊല്ലാൻ പോവാണ്. പെട്ടെന്ന് തന്നെ അടുത്ത പീരങ്കി പൊട്ടിക്കെന്ന് ഓർഡർ ഇടാണ് ബഗ്ഗി. പക്ഷേ പെട്ടെന്നാണ് അവിടേക്ക് ലൂഫി കടന്നു വരുന്നത്. ലൂഫി വന്നിട്ട് ബഗ്ഗിയുടെ കൈ മാറ്റി പിടിക്കുകയാണ് ആ മേയറിൽ നിന്നും. എന്നിട്ട് അവൻ ബഗ്ഗിയോട് പറയാണ്, ഞാൻ ഇവർക്ക് വാക്ക് കൊടുത്തതുപോലെ ഇന്ന് നിന്റെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് ബഗ്ഗിയെ നോക്കി ലൂഫി വളരെ മാസായിട്ട് വെല്ലുവിളിക്കുകയാണ്.
അപ്പോ ബഗ്ഗി ലൂഫിയോട് പറയാണ് മര്യാദയ്ക്ക് എന്റെ കൈ വീഴടാ. അങ്ങനെ ലൂഫി അവന്റെ കൈ വീഴാണ്. ശേഷം ലൂഫിയും നാമിയും സോറോയും ബഗ്ഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ ഈ മേയർ ആണെങ്കിൽ എന്തിനാണ് നിങ്ങൾ എന്റെ ഫൈറ്റിൽ തലയിടുന്നത്? ബഗ്ഗിയെ കൊല്ലാനായിട്ടുള്ള ഒരേ ഒരു അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലാം. പക്ഷെ പെട്ടെന്ന് ലൂഫി മേയറെ മുഖം പിടിച്ചിട്ട് ചുമരിനിട്ട് ഒരൊറ്റ കുത്ത്. അങ്ങനെ മേയർ ബോധം കെട്ട് വീഴാണ്. അത് കാണുന്ന നാമിയാണെങ്കിൽ ഡാ ലൂഫി നീ എന്തായി ചെയ്തത്? നിനക്കത് ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോ സോറോ പറയാണ് ഒരു കണക്കിന് അത് നന്നായി, ഇയാളെ കൊണ്ട് ബഗ്ഗിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോയാൽ ഇയാൾ മരിക്കും, അതുകൊണ്ട് ഇയാൾ ബോധം കെട്ട് കിടക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ നാമി ലൂഫിയെ ചീത്ത പറയാണ് നിനക്കിത് സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ, പിന്നെ എന്തിനാണ് നീ ഇയാളെ തല്ലിയത്? പക്ഷെ ലൂഫി അതൊന്നും മൈൻഡ് വെക്കാതെ ബഗ്ഗിയുടെ നേരെ തിരിയാണ്. എന്നിട്ട് ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് എടാ ഉരുണ്ട മൂക്ക എന്ന് അലറി വിളിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ലൂഫിയെ തന്നെ അന്തം വിട്ട് നോക്കും. നാമി അത് കണ്ട് പറയാണ് ഇവന്റെ ജീവിതത്തിൽ ഇവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇതായിരിക്കും. ഇപ്പോ ദേഷ്യം പിടിക്കുന്ന ബഗ്ഗിയാണെങ്കിൽ എന്റെ ഈ സുന്ദരമായ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെ അങ്ങനെ വിളിക്കാൻ തോന്നി? പെട്ടെന്ന് തന്നെ ബഗ്ഗി ബോൾ പൊട്ടിക്ക് എന്ന് അലറി വിളിക്കുകയാണ് ബഗ്ഗി. അത് കേട്ട് നാമി നേരത്തെ തന്നെ അവിടുന്ന് ഓടിപ്പോവാണ്. ഇപ്പൊ സോറോ ലൂഫിയെ വിളിക്കുന്നുണ്ടെങ്കിലും നീ പോയിക്കോ, ഞാൻ നിന്റെ പിന്നാലെ പതുക്കെ വരാമെന്ന് പറയാണ്. അങ്ങനെ ആ പീരങ്കി ഇപ്പൊ പൊട്ടിക്കുകയാണ്. ആ ബഗ്ഗി ബോൾ ആണെങ്കിൽ ലൂഫിയുടെ നേർക്ക് വരുന്നു. ലൂഫി പെട്ടെന്ന് തന്നെ ഗം ഗം ബലൂൺ എന്ന് പറഞ്ഞ് പന്തിന് കാറ്റടിക്കുന്നത് പോലെ ഒരു വലിയൊരു ബലൂണായി മാറുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ബഗ്ഗിയുടെ ആ ബോള് ലൂഫിയുടെ ബോഡി തട്ടി തിരിച്ച് ബഗ്ഗിയുടെ നേർക്ക് തന്നെ പോവാണ്. അങ്ങനെ ഇപ്പൊ ബഗ്ഗി നിന്ന ആ ബിൽഡിംഗ് മൊത്തം തകർന്ന് നിലത്തേക്ക് വീഴും. അത് കണ്ടിട്ട് നാമി അത്ഭുതത്തോടെ എടാ നീ എന്തൊരു മനുഷ്യനാടാ, നീ എങ്ങനെയാ അത് ചെയ്തതെന്ന് ലൂഫിയോട് ചോദിക്കുകയാണ്. അപ്പൊ ലൂഫി പറയും അത് ചെയ്യാൻ സിമ്പിൾ അല്ലേ, അതെന്റെ ഗം ഗം ബലൂൺ ആണ്, അതെനിക്ക് മനസ്സിലായി, ഗം ഗം ബലൂൺ ഞാൻ കേട്ടു, അത് നീ എങ്ങനെയാ ചെയ്തതെന്ന് ഞാൻ ചോദിച്ചേ എന്ന് നാമി തിരിച്ചു ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ ബഗ്ഗി എഴുന്നേൽക്കാണ്. അവന്റെ കയ്യിൽ ഇപ്പോൾ 2 ആൾക്കാരുണ്ട്. ഇപ്പോ ആ ബഗ്ഗി ബോൾ വന്ന സമയത്ത് ബഗ്ഗി ചെയ്തത് അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 ആൾക്കാരെ പിടിച്ച് ബഗ്ഗിയെ തന്നെ പ്രൊട്ടക്ട് ചെയ്തു. ഇതേ സമയം തന്നെ മോജിയും എഴുന്നേൽക്കാണ്. മോജി എന്നിട്ട് പെട്ടെന്ന് ബഗ്ഗിയോട് പറയും അവന് നിങ്ങളുടെ പോലെയാണ് ഡബിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, അവനൊരു റബ്ബർ മനുഷ്യനാണ്. എന്ത് നീ ഒരു റബ്ബർ മനുഷ്യനാണോ എന്ന് നാമി അവനോട് ചോദിക്കുമ്പോൾ അവന്റെ മുഖമൊക്കെ വലിച്ച് വലുതാക്കി നാമിക്ക് കാട്ടിക്കൊടുക്കും. ഇപ്പോ മോജിയുടെ പെറ്റായിട്ടുള്ള ആ റിച്ചിയെ ആരോ എടുത്ത് പൊന്തിക്കുകയാണ്. നോക്കുമ്പോൾ പുതിയൊരാൾ എഴുന്നേറ്റ് വരുന്നു. അയാളും റിച്ചിയെ പിടിച്ചിട്ട് ഒരു ഷീൽഡാക്കി നേരത്തെ വെച്ചിരുന്നു. അത് കണ്ട് ദേഷ്യം പിടിക്കുന്ന ആ സിംഹത്തിന്റെ മുതലാളിയായിട്ടുള്ള മോജി ഇപ്പൊ വന്നവനെ തല്ലാൻ ഓടി ചെല്ലാണ്. പക്ഷേ അവന്റെ വലിയ കാലുപയോഗിച്ച് മോജിയെ അടിച്ചു തെറിപ്പിക്കും. അങ്ങനെ തെറിച്ചു വരുന്ന മോജിയെ ലൂഫിയും അടിച്ചു തെറിപ്പിക്കുകയാണ്. ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതിയ ആളുടെ പേരാണ് ക്യാബജി. അവൻ വന്നിട്ട് ബഗ്ഗിയോട് പറയും ക്യാപ്റ്റൻ നിങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറിയ ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം. കബജി എന്നാ പെട്ടെന്ന് തന്നെ അവരൊന്ന് തീർത്തതാ എന്ന് ബഗ്ഗി അവനോട് പറയാണ്. ശേഷം കബജി നിന്നൊന്നും വെറുതെ വിടില്ലടാ എന്ന് പറഞ്ഞ് വളരെ ഉയരത്തിലേക്ക് ചാടി പോവാണ്. അവൻ നിലത്തേക്ക് വരുമ്പോൾ സർക്കസുകാരൊക്കെ കളിക്കുന്ന ഒരു സൈക്കിൾ അവന്റെ കയ്യിലുണ്ട്. കൂടാതെ അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്. കബജി പെട്ടെന്ന് വന്ന് ലൂഫിയെ അവന്റെ കത്തി കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ സോറോ അവനെ രക്ഷിക്കുകയാണ്. പക്ഷേ കബജി അവന്റെ വായിൽ നിന്നും എന്തൊരു ടെക്നിക്ക് ഉപയോഗിച്ച് സോറോയ്ക്ക് നേരെ തീ തുപ്പാണ്. അതിൽ സോറോ എന്ന് പതറിപ്പോകുമ്പോൾ കബജി നേരത്തെ സോറോയ്ക്ക് കുത്തു കിട്ടിയ ആ ഭാഗത്ത് ഒരൊറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ചവിട്ട് കിട്ടുന്ന സോറോയാണെങ്കിൽ വളരെയധികം വേദനയോടെ നിലത്ത് കിടന്ന് അലറി വിളിക്കുകയാണ്. ഇവിടെ കൊണ്ടൊന്നും തീർന്നില്ല, കബജി പിന്നെയും സോറോയെ അവിടെ തന്നെ ചവിട്ടുകയാണ്. അത് കണ്ട് ദേഷ്യം പിടിക്കുന്ന നാമി ഇത്രയും വലിയൊരു പോത്തിനെ പോലെ നീ ഇവിടെ നിൽക്കല്ലേ, നിനക്കൊന്നുപോയി അവനെ സഹായിച്ചൂടെ എന്ന് ലൂഫിയോട് ചോദിക്കും. പക്ഷേ ലൂഫി പറയാണ് ഇത് അവന്റെ ഫൈറ്റ് ആണ്, അത് അവൻ തന്നെ നോക്കിക്കോളും. ശേഷം കബജി അവന്റെ കത്തി കൊണ്ട് പെട്ടെന്ന് തന്നെ സോറോയുടെ വയറ്റിലിട്ട് തന്നെ കുത്തുകയാണ്. അതായത് ഇതിനു മുന്നേ ബഗ്ഗി മുറിവേൽപ്പിച്ച ആ ഭാഗത്ത് കുത്തുകയാണ്. അത് കണ്ട് എല്ലാവരും ഷോക്കാവും. പക്ഷേ സോറോ നിസ്സാരമായിട്ട് അവന്റെ കത്തി തള്ളി മാറ്റും. അങ്ങനെ ഇപ്പോ അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ സോറോയോട് കബജി പറയും നിനക്ക് ഇത്രയും മുറിവുകൾ പറ്റി, പിന്നെ എന്തിനാണ് നീ എന്റെ ഒപ്പം ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? അപ്പോ സോറോ തിരിച്ചു പറയാണ് എന്റെ ശരീരത്തിൽ ഈ പറ്റിയ മുറിവുകളൊന്നും എനിക്ക് ഒരു മുറിവുകളല്ല, അത് ഞാനൊട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ല. സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നാമി പറയാണ് നിങ്ങൾ പൈററ്റ്സ് എപ്പോഴും അങ്ങനെ തന്നെയാണ്, എങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ആരെങ്കിലൊക്കെ മരിക്കും, അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ ബുദ്ധിയില്ലാത്തവന്മാരുടെ ഈ കളി കണ്ട് എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ ഇവിടുത്തെ ട്രഷർ മുഴുവൻ എടുത്തിട്ട് ഞാൻ പോവുകയാണ്, ഇനി പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് ഒരു ടീംമേറ്റ്സ് ആവാം എന്ന് പറഞ്ഞ് ലൂഫിക്ക് ടാറ്റ കൊടുത്ത് അവളോടൊന്ന് പോവും. ഇതേ സമയം തന്നെ കബജി അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറെ പമ്പരങ്ങൾ അതെടുത്തിട്ട് സോറോയ്ക്ക് നേരെ അയക്കുകയാണ്. ഇതേ സമയം തന്നെ നാമി ബഗ്ഗിയുടെ ആ ഇടിഞ്ഞു വീണ സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. ആ വീടിന്റെ ഉള്ളിലേക്ക് അവൾ നടന്ന് കയറി ചെല്ലുന്നു. ആ സ്ഥലമാണ് ബഗ്ഗിയുടെ ട്രഷർ എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം. ഇപ്പൊ ആ പമ്പരങ്ങളൊക്കെ സോറോ അവന്റെ കത്തി കൊണ്ട് മുറിച്ച് കളയാണ്. പമ്പരങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോ പിന്നെ കബജി ആകാശത്ത് നിന്ന് ചാടി വരികയാണ് ഇപ്പൊ സോറോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പോരാഞ്ഞിട്ട് ബഗ്ഗിയാണെങ്കിൽ അവന്റെ ചോപ്പ് പവർ ഉപയോഗിച്ച് സോറോയെ മറ്റൊരു ദിശയിൽ നിന്നും അറ്റാക്ക് ചെയ്യുന്നു. രണ്ടും അറ്റാക്കും കൂടി എങ്ങനെയൊക്കെ സോറോ തടുക്കുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ലൂഫി പെട്ടെന്ന് തന്നെ അതിന്റെ ഇടയിലേക്ക് കയറുകയാണ്.
അവനിപ്പോ സോറോയ്ക്ക് നേരെ വരുന്ന ബഗ്ഗിയുടെ കൈ ഒറ്റ ചവിട്ട്. ഇതേ സമയം തന്നെ സോറോ കബജിയുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടുകയാണ്. ശേഷം ഇതേ സമയം ലൂഫി ബഗ്ഗിയോട് പറയാണ്, നിനക്ക് ആരെങ്കിലും ഒപ്പം ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കൂടെ നീ ഫൈറ്റ് ചെയ്തോ. അവിടെ സീൻ കട്ട് ചെയ്താ പിന്നെ കാണിക്കുന്നത് നാമിയാണ്. അവൾ ബഗ്ഗിയുടെ ട്രഷർ എല്ലാം കണ്ടുപിടിക്കുന്നു. അത് കണ്ട് ഇതൊക്കെ ഞാൻ എടുക്കാൻ പോവാണ്, എനിക്കിനി ഒരു പണിയും ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അവിടേക്ക് ഒരു പൈററ്റ് കടന്നു വരികയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്, ഒരു മദ്യത്തിന്റെ കുപ്പിയുണ്ട്. അവനിപ്പോ നാമിയോട് പറയാണ്, ക്യാപ്റ്റൻ ബഗ്ഗിക്ക് വേണ്ടി ഞാനിത് സംരക്ഷിക്കും, ഇതിൽ തൊടാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. അങ്ങനെ മദ്യം കുടിച്ച് കിടിവാറി നിൽക്കുന്ന അവനോട് നാമി എന്റെ നെഞ്ചു വേദനിക്കുകയാണെന്ന് പറയാണ്. അത് കണ്ട് നാമിയുടെ നെഞ്ചത്തേക്ക് അവൻ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സമയം നാമി അവളുടെ ആ നീളുന്ന വടിയെടുത്ത് അവന്റെ തലക്കിട്ട് തന്നെ ഒന്ന് കൊടുക്കുകയാണ്. ആ സ്ഥലത്ത് നിന്ന് തന്നെ നാമിക്ക് ഗ്രാൻഡ് ലൈനിലേക്ക് പോകാനുള്ള ആ മാപ്പും കിട്ടുകയാണ്. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്താ പിന്നെ കാണിക്കുന്നത് സോറോയാണ്. അവനിപ്പോ ക്ഷീണം കൊണ്ട് നിലത്ത് കിടക്കും. അത് കണ്ട് ക്യാബേജി പറയാണ്, നിന്നെനിക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും, അതിനെനിക്ക് എന്റെ ക്യാപ്റ്റന്റെ സഹായം പോലും വേണ്ട. അത് കേട്ട് സോറോ തിരിച്ചു പറയാണ്, ഞാൻ നിർത്താൻ പോവാണ്, എനിക്ക് മടുത്തു. അത് കേട്ടിട്ട് ക്യാബേജി പറയാണ്, നിനക്ക് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നില്ലോ, എന്റെ കൂടെ ഫൈറ്റ് ചെയ്താൽ നിനക്ക് തോക്കുമെന്ന് അറിയാലോ, അതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോ. അപ്പോ സോറോ, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ മടുത്തു എന്ന് പറഞ്ഞത്, നിന്റെ ഈ മടുപ്പിക്കുന്ന സംസാരം കേട്ടിട്ടാണ് ഞാൻ മടുത്തത്. അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ക്യാബേജി അവന്റെ കത്തിയെടുത്ത് സോറോയെ പെട്ടെന്ന് തന്നെ കുത്താൻ വരികയാണ്. പക്ഷേ സോറോ അവന്റെ വാളുമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഒനിഗിരി എന്ന് പറയാണ്. പിന്നൊന്നും നോക്കിയില്ല, ക്യാബേജിയെ ഒരൊറ്റ വെട്ട്, അതും കറക്റ്റ് നെഞ്ചത്ത് തന്നെ. അങ്ങനെ ഇത്രയും നേരം വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന ക്യാബേജി കഥം. ഇപ്പോ സോറോ പറയാണ്, ലൂഫി ഇനി നീ നോക്കിക്കോ, എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് സോറോ കിടന്നുറങ്ങാണ്. അങ്ങനെ ഇപ്പോ ലൂഫി ബഗ്ഗിയെ നോക്കിയിട്ട് എന്നാ നമുക്ക് തീർത്താലോ എന്ന് പറയും. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് നാമിയാണ്. അവൾ അവിടെയുള്ള ട്രഷർ എല്ലാം ഒരു ചാക്കിൽ കെട്ടി മുകളിലേക്ക് വലിച്ചുകൊണ്ട് വരും. പിന്നീട് കാണിക്കുന്നത് ബഗ്ഗിയാണ്. ബഗ്ഗി ലൂഫിയോട് ചോദിക്കും, നിങ്ങളൊക്കെ പൈററ്റ്സ് ആണോ? അതെ, ഞങ്ങളൊക്കെ പൈററ്റ്സ് ആണ്, എനിക്ക് ഗ്രാൻഡ് ലൈനിലേക്ക് പോകണം എന്ന് ലൂഫി പറയുമ്പോൾ ബഗ്ഗി ചിരിക്കുകയാണ്. എന്ത്, നിനക്ക് ഗ്രാൻഡ് ലൈനിലേക്ക് പോകണോ? നീ എത്ര വലിയവനായാലും നിനക്കിനി ഗ്രാൻഡ് ലൈനിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബഗ്ഗി പിന്നെയും ചിരിക്കുകയാണ്. ഞാൻ പൈററ്റ് കിങ് ആവാൻ പോകുന്ന ഒരാളാണ് എന്ന് ലൂഫി പറയുമ്പോൾ അതിനും ബഗ്ഗി ചിരിക്കും. തിരിച്ച് ബഗ്ഗി പറയാണ്, ഞാനും പൈററ്റ് കിങഗ് ആവാൻ പോകുന്ന ഒരാളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കും. അപ്പോ ബഗ്ഗി പറയാണ്, നിന്റെ ഈ തൊപ്പി കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ആ ചുമന്ന മുടിയുള്ള പൈററ്റിനെ ഓർമ്മ വരാണ്. എന്ത് ചുമന്ന മുടിയുള്ള പൈററ്റോ? നീ ഷാങ്സിനെ പറ്റിയാണോ പറയുന്നേ? അവനിപ്പോ എവിടെയുണ്ട്? അതെനിക്കറിയില്ല, എനിക്ക് അവനെ തീരെ ഇഷ്ടമല്ല എന്ന് ബഗ്ഗി തിരിച്ചു പറയും. എങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് അത് പറയിപ്പിക്കാം എന്ന് ലൂഫി പറയാണ്. അങ്ങനെ ബഗ്ഗി അവന്റെ കത്തികൾ ഉപയോഗിച്ചും ലൂഫി അവന്റെ കൈ ഉപയോഗിച്ചും ഫൈറ്റിന് നിൽക്കുകയാണ്. ഇപ്പൊ ബഗ്ഗി ചോപ്പ് ചോപ്പ് റൈസ് ക്രാക്കർ എന്ന് പറഞ്ഞ് അവന്റെ ആ കത്തികൾ മുഴുവൻ ഒരു പമ്പരം പോലെ ലൂഫിക്ക് നേരെ എറിയാണ്. പക്ഷെ ബഗ്ഗി ആ കത്തികളിൽ നിന്നെല്ലാം മാറിക്കളയും. എന്നിട്ട് അവന്റെ ഗം ഗം പിസ്റ്റൽ എന്ന് പറഞ്ഞ് ലൂഫി ബഗ്ഗിയെ അറ്റാക്ക് ചെയ്യാണ്. അത് കണ്ട് ബഗ്ഗി പറയാണ്, നിനക്കും നല്ല രീതിക്ക് പവർ ഉണ്ടല്ലോ, എങ്കിൽ ഇന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് അവന്റെ കത്തി ഉപയോഗിച്ച് ലൂഫിയുടെ കൈ മുറിക്കാൻ നിന്നതും ലൂഫി അവനെ തിരിച്ചടിക്കാൻ വരികയാണ്. ഇതേ സമയത്ത് തന്നെ ബഗ്ഗി ചോപ്പ് ചോപ്പ് ക്വിക്ക് എസ്കേപ്പ് എന്ന് പറഞ്ഞ് അവന്റെ തല അവന്റെ ബോഡിയിൽ നിന്നും പെട്ടെന്ന് തന്നെ മാറ്റുകയാണ്. അങ്ങനെ ലൂഫിക്ക് ഇപ്പോൾ അവൻ അടിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം കണ്ട് നാമി ഒരു ഭാഗത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബഗ്ഗി അവന്റെ കത്തി പിന്നെയും ലൂഫിക്ക് നേരെ എറിയാണ്. പക്ഷെ അത് ലൂഫിയുടെ തൊപ്പിക്കിട്ടാണ് കൊള്ളുന്നത്. അതുകണ്ട് ലൂഫി ബഗ്ഗിയോട് ദേഷ്യം പിടിക്കുകയാണ്. എന്തൊരു ധൈര്യം ഉണ്ടായിട്ടാ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ലൂഫി ഇപ്പൊ ദേഷ്യം പിടിക്കുകയാണ്. അപ്പൊ പിന്നെയും ബഗ്ഗി അവന്റെ കൈ കൊണ്ട് ലൂഫിയെ അറ്റാക്ക് ചെയ്യും. അതിൽ നിന്നും ലൂഫി മാറുന്നുണ്ട്. പക്ഷേ അവന്റെ കൈകൾ തിരിച്ചു വന്ന് ലൂഫിയുടെ തൊപ്പിയിൽ തന്നെ അവന്റെ കത്തി കൊണ്ട് കുത്തുകയാണ്. അത് കണ്ടിട്ട് ലൂഫിക്ക് എന്തോ പോലെ ആവുകയാണ്. ലൂഫി എന്നിട്ട് ഷാങ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പൊ ചിന്തിക്കും. അവൻ കാരണം ഷാങ്സിന്റെ കൈ പോയതും ഷാങ്സ് അവന് അവസാനമായിട്ട് ആ തൊപ്പി കൊടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ലൂഫി ഇപ്പോൾ വളരെ സങ്കടത്തോടെ ചിന്തിക്കുകയാണ്. ഇപ്പൊ ബഗ്ഗി അവന്റെ തൊപ്പി എടുത്തിട്ട് ചിരിക്കുകയാണ്. ഇതാണോ നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തൊപ്പി? നിനക്കിത് നിധി പോലെയാണോ? ഇതൊക്കെ എന്ത് നിധി? ഈ ഒരു വൃത്തികെട്ട തൊപ്പി നിന്റെ നിധിയാണെന്നോ എന്നൊക്കെ പറഞ്ഞ് ബഗ്ഗി ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് ആ തൊപ്പി എനിക്ക് തിരിച്ചു തന്നോ? അതെനിക്ക് എന്റെ ഷാങ്സ് തന്നതാണ് എന്ന് ലൂഫി തിരിച്ചു പറയും. എന്ത്, ഈ തൊപ്പി ഷാങ്സിന്റെ ആണെന്നോ? നീ അറിയുന്നതിനേക്കാൾ കൂടുതൽ ഷാങ്സിനെ എനിക്കറിയാം. ഞാനും അവനും ഒരു കപ്പലിലായിരുന്നു. അത് കേട്ടിട്ട് ലൂഫിക്കും അതിശയമാവാണ്. ആ വൃത്തികെട്ടവന്റെ തല ഞാൻ ഉടയ്ക്കുമെന്ന് പറഞ്ഞ് ഷാങ്സിന്റെ തൊപ്പി ബഗ്ഗി ചവിട്ടുകയാണ്. അത് കണ്ട് ദേഷ്യം പിടിക്കുന്ന ലൂഫി, ഷാങ്സ് ഒരു വലിയ മനുഷ്യനാണ്, അവനെ പറ്റി അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞ് നിന്നെയും ഷാങ്സിനെയും ഒരുമിച്ച് ചേർത്ത് പറയരുത് എന്ന് പറഞ്ഞ് ലൂഫി അവനെ കൈകൊണ്ട് ബഗ്ഗിയെ ഇടിക്കാനായിട്ട് ഓടിച്ചെല്ലും. അപ്പോ ബഗ്ഗി പറയാണ്, ഞാനെന്നാ എന്റെ ചോപ്പ് ചോപ്പ് ക്വിക്ക് എസ്കേപ്പ് എടുക്കും എന്ന് പറഞ്ഞ് അവന്റെ ബോഡിയിൽ നിന്ന് അവന്റെ തല എടുക്കുകയാണ്. പക്ഷെ ലൂഫി ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ലൂഫി ഓടി വന്ന് അവന്റെ ആസനത്തിന്റെ കാലും മടക്കി ഒരൊറ്റ കുത്ത്. തകർന്നു പോവാണ് ബഗ്ഗിയുടെ ബാല്യം. നീ ഇനി ഒരിക്കലും ഷാങ്സും നീയും ഒരുമിച്ച് ജോലി ചെയ്തു എന്ന് പറയരുത് എന്ന് ലൂഫി ബഗ്ഗിയോട് പറയാണ്. അത് ഞാനും ഷാങ്സും തമ്മിലുള്ള കാര്യമല്ലേ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത്.
എന്ന് ബഗ്ഗി പറയുമ്പോൾ ലൂഫി ചിരിച്ചു പറയാണ്, മര്യാദയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നടന്നതെന്ന് പറയാ. ഷാങ്ക്സ് ഇപ്പോ എവിടെയാണെന്ന് പറയാ. നിനക്കത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്റെ പ്രിയപ്പെട്ട ആ തൊപ്പി കുത്തി നശിപ്പിച്ചത്. നിനക്ക് ഷാങ്ക്സിനെ പറ്റി അറിയണോ? അവനാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഷാങ്ക്സിനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഒരിക്കലും ഞാൻ അവന് മാപ്പ് കൊടുക്കില്ല എന്ന് ബഗ്ഗി പറയുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരാനായിട്ട് ഈ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പറ്റി എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തും കമൻറ്റ് ചെയ്യാം. എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.